മുതലമടയിലെ മാവിൻ തോട്ടങ്ങളിൽ കാട്ടാനശല്യം വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. വന്യമൃഗശല്യം മൂലം കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് വനംവകുപ്പ് നൽകുന്ന നഷ്ടപരിഹാരത്തിന് മാവു കർഷകരും അർഹരാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് കെ ബാബു MLAയുടെ സബ്മിഷന് മറുപടിയായി പറഞ്ഞു. വന്യമൃഗ ശല്യം മൂലമുണ്ടാകുന്ന മാവ് കൃഷിക്കാർക്കുണ്ടാകുന്ന നാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും ഈ മാംഗോ ഹബ് സ്ഥാപിക്കുന്നതിനും ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് ആണ് എൻ്റെ ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ ഇൻഷുർ ചെയ്തിട്ടുള്ള മാവ് കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുമുണ്ട്. എന്നാൽ മാവ് കർഷകർ കൃഷി ഇൻഷുറൻസ് ചെയ്യുന്നതിന് സന്നദ്ധത കാണിക്കുന്നില്ല. മുതലമട പഞ്ചായത്തിൽ 2 കർഷകർ 0.4 ഹെക്ടർ മാവ് കൃഷി മാത്രമാണ് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ആകർഷിക്കുവാൻ ആവശ്യമായ ബോധവൽക്കരണം നടത്തും. വന്യമൃഗശല്യം തടയാൻ കൃഷിവകുപ്പും വനംവകുപ്പും തദ്ദേശ ഭരണ വകുപ്പും കർഷകർക്ക് കൂടി സഹായകരമാവുന്ന രീതിയിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കും. മുതലമട അഗ്രോ പാർക്ക് ഉൾപ്പെടെ 5 അഗ്രോ പാർക്കുകൾ രൂപീകരിക്കുന്നതിന് കിഫ്ബിയിൽ അപേക്ഷ നൽകുകയും പ്രൊജക്ട് തയ്യാറാക്കാൻ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനെ നിയമിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു. തുടർന്ന് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാംഗോ അഗ്രോ പാർക്കിന്റെ രൂപീകരണ ചുമതല ഇൻകെല്ലിന് നൽകി. 20 കോടി രൂപയുടെ അടങ്കലിൽ മുതലമട മാംഗോ അഗ്രോ പാർക്കിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് ഇൻകെയിൽ തയ്യാറാക്കി അനുമതിക്കായി കിഫ്ബിക്ക് സമർപ്പിച്ചു. 5 പാർക്കുകളിൽ ഉൾപ്പെട്ട തൃശൂർ കണ്ണാറ ബനാറ ഹാണി പാർക്ക് 25.13 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ പദ്ധതി നടത്തിപ്പിൽ പൂർണ്ണ പുരോഗതി ഉണ്ടാക്കാത്തതിനാൽ സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച കേരള അഗ്രോ ബിസിനസ് കമ്പനിക്ക് കാങ്കോ മുതലമട അഗ്രോ പാർക്ക് ഉൾപ്പെടെ 5 പാർക്കുകളുടെ നടത്തിപ്പ് ചുമതല നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്ലാനിൽ പാർക്കുകളുടെ വികസനം ഉൾപ്പെടുത്തുകയും നബാർഡ് നടപ്പിലാക്കുന്ന റാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുതലമട സീഡ് ഫാമിൽ പാക്ക് ഹൌസ് സ്ഥാപിക്കുന്നതിന് 5.04 കോടി രൂപയുടെ പദ്ധതി കാപ്കോ സമർപ്പിച്ചു. പ്രസ്തുത നിർദ്ദേശം നിലവിൽ ധനകാര്യ വകുപ്പിന്റെ പരിശോധനയിലാണെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. നെന്മാറ നിയോജകമണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മുതലമട കൊല്ലങ്കോട് എലവഞ്ചേരി പഞ്ചായത്തിലാണ് മാവ് കൃഷിയുള്ളത്. മുതലമട പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ മാവ് കൃഷിയുള്ളത്. വാണിജ്യാടിസ്ഥാനത്തിലാണ് ഇവിടെ മാവ് കൃഷി ചെയ്ത് വരുന്നത്. കേരളത്തിലെ മാംഗോ സിറ്റി എന്നാണ് മുതലമട അറിയപ്പെടുന്നത്. മുതലമടയിൽ നിന്നുള്ള മാങ്ങയാണ് എല്ലാ വർഷവും ആദ്യമായി ഡൽഹി, ബോംബെ തുടങ്ങിയ ഉത്തരേന്ത്യൻ വിപണിയിൽ എത്തുന്നത്. 250 ടണ്ണോളം മാങ്ങ ദിവസവും മുതലമടയിൽ നിന്നും രാജ്യത്തെ വിപണികളിലേക്ക് കയറ്റിവിടുന്നുണ്ട്. നല്ല വിലയും അക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കാട്ടാൻ ശല്യം വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. വന്യമൃഗശല്യം മൂലം കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് വനംവകുപ്പ് നൽകുന്ന നഷ്ടപരിഹാരത്തിന് 5/4/2018 സർക്കാർ ഉത്തരവ് പ്രകാരം അതിൻ്റെ വനം വകുപ്പ് ഉത്തരവിൻ്റെ ഭേദഗതി വരുത്തിയ ചട്ടം 3A പ്രകാരം മാവ് കർഷകരും അർഹരാണ്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ ഇൻഷുർ ചെയ്തിട്ടുള്ള മാവ് കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്കും അർഹതയുണ്ട്. എന്നാൽ മാവ് കർഷകർ കൃഷി ഇൻഷുർ ചെയ്യുന്നതിന് സന്നദ്ധത കാണിക്കുന്നില്ല. മുതലമട പഞ്ചായത്തിൽ ആകെ 2 കർഷകർ 0.41 ഹെക്ടർ മാവ് കൃഷി മാത്രമാണ് ഇൻഷുർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ആകർഷിക്കുവാൻ ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നതാണ്. കൂടാതെ വന്യമൃഗശല്യം തടയുവാൻ കൃഷിവകുപ്പും വനം വകുപ്പും തദ്ദേശ ഭരണ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാവ് കർഷകർക്ക് കൂടി സഹായകമാകുന്ന രീതിയിൽ ഈ പ്രദേശത്ത് വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് നടപ്പിലാക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.